ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇറാനിൽ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തതും അതുപോലെ തന്നെ അമേരിക്കൻ വിമാനമായ ട്രാൻസ്പോർട്ട് വിമാനമായ C-30 എന്ന് പറയുന്ന മറ്റൊരു വിമാനവും ഇറാൻ ആക്രമിച്ച് തകർത്തു കളഞ്ഞതും അതുപോലെ അതിൻ്റെ അവശിഷ്ടങ്ങളുടെ ഫോട്ടോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതുമൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായി ഇന്നലെ ഇറാനിയൻ മാധ്യമങ്ങൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നത് ഒരു വീഡിയോയാണ്. ആ വീഡിയോയിൽ C-30 ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇറാനിയൻ ഉദ്യോഗസ്ഥരും സൈനികരും ചേർന്നുകൊണ്ട് പരിശോധിക്കുന്നതും ആ അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ C-30 വിമാനത്തിന്റെ നഷ്ടപ്പെട്ടു പോകാത്ത ചില അവശിഷ്ടങ്ങൾ വേർതിരിക്കുന്നതും, അതായത് പൂർണ്ണമായും തകർന്നു പോകാത്ത അവശിഷ്ടങ്ങൾ വേർതിരിക്കുന്നതും അത് പരിശോധിക്കുന്നതും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാഗ് പോലത്തെ ഒരു അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്നൊന്ന് ലഭിക്കുകയും അതിൽ ഈ US സൈനികന്റെ US സൈനിക പൈലറ്റിന്റെ US സൈനിക ഐഡിയും അതുപോലെ തന്നെ ഇസ്രയേൽ ബോർഡർ കൺട്രോൾ റിസിപ്റ്റും അതുപോലെ തന്നെ ഒരു അമേരിക്കൻ എക്സ്പ്രസിന്റെ ക്രെഡിറ്റ് കാർഡും അതുപോലെ അമേരിക്കൻ പതാകയും ലഭിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെയും വീഡിയോയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാനിയൻ മാധ്യമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടു എന്നുള്ളതാണ്. ഈ വീഡിയോ ഔദ്യോഗികമാണെന്നും അതുപോലെ തന്നെ ഈ വീഡിയോയെ വിശദീകരിച്ചുകൊണ്ടും ദ ടൈംസ് ഓഫ് ഇസ്രയേൽ പോലുള്ള ഇസ്രയേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അതുപോലെ തന്നെ ഇതിനൊക്കെ ശേഷവും ഈ 2 വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇറാനിൽ തകർത്തടിച്ചതിന് ശേഷം വെടിവെച്ചിട്ടതിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു C-30 യുദ്ധവിമാനവും കൂടി തകർത്തു എന്ന് IRGC അവകാശപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ച് അമേരിക്ക പറയുന്നത്, അതായത് അവിടെ 2 പൈലറ്റുമാർ C-15 യുദ്ധവിമാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരാളെ അപ്പോൾ തന്നെ രക്ഷിച്ചെന്നും മറ്റൊരാളെ റെസ്ക്യൂ ചെയ്യുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ C-30 ട്രാൻസ്പോർട്ട് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുമാണ് ഒരു US ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രയേലിനോട് അല്ലെങ്കിൽ ഇസ്രയേലി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെയും ദ ടൈംസ് ഓഫ് ഇസ്രയേൽ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ വാർത്ത കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം ഈ അമേരിക്കൻ വിമാനങ്ങളെ ഇറാൻ ആക്രമിച്ച് തകർത്തു കളഞ്ഞത് ലോകമാധ്യമങ്ങളിലും ലോകത്തെ അനലിസ്റ്റുകളിലും ലോക ജനതയിൽ തന്നെ വളരെ ശക്തമായ ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഷയം തന്നെയാണ്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. ആർക്കും തൊടാൻ പറ്റില്ല എന്ന് എക്കാലത്തും അമേരിക്ക അവകാശപ്പെട്ടിരുന്ന അമേരിക്കയുടെ S-15E എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഈ യുദ്ധവിമാനത്തെ ഇറാൻ തകർത്തടിച്ചു കളഞ്ഞത്. അതുമാത്രം പോരാ, അന്ന് തന്നെ വിവിധ വിമാനങ്ങളും C-30 വിമാനങ്ങളും പിറ്റേന്ന് വീണ്ടും C-30 വിമാനവും അതുപോലെ ഹെലികോപ്റ്ററുകളും ഇറാൻ ആക്രമിക്കുകയും തകർത്തുകളയുകയും ചെയ്യുന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കഴിവിനെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അമേരിക്കക്ക് ഇറാന്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റർ ജെറ്റുകളെ കൊണ്ട് ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിൻവലിഞ്ഞു എന്നും ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടത്താൻ ഇറാനിൽ മിസൈലുകളാണ്, അമേരിക്കൻ നിർമ്മിത മിസൈലുകളാണ് ഉപയോഗിക്കുന്നത് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇറാനോട് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറ് പൂർണ്ണമായും ഇറാൻ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതായത് 48 മണിക്കൂർ ഹോർമുസ് കടലിടുക്ക് തുറക്കുവാനും മറ്റുമൊക്കെയായി 48 മണിക്കൂർ ട്രംപ് പറയുകയും ആ 48 മണിക്കൂർ ഇറാൻ കാറ്റിൽ പറത്തുകയും അതിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്ത് അതിനുശേഷം മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഒരു വെടിനിർത്തൽ കരാർ വീണ്ടും മുന്നോട്ട് വെച്ചു അമേരിക്ക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു വെടിനിർത്തൽ കരാറിനെ ഇറാൻ തള്ളിയെന്നും ഇസ്രയേലും US-ഉമായി ശക്തമായ മുന്നോട്ടുള്ള യുദ്ധത്തിലാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങൾ പോരാടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലുള്ള വെടിനിർത്തലിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പറഞ്ഞു എന്നാണ് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ജസീറ പറയുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥരിൽ നിന്ന്
റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അൽ ജസീറ പറയുന്നത്, തുടർച്ചയായി ഇറാനിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലും അമേരിക്കയുമായി യാതൊരു ചർച്ചക്കും യാതൊരു വെടിനിർത്തലിനും ഞങ്ങൾ ഒരുക്കമേ അല്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ ആദ്യം യുദ്ധം അവസാനിപ്പിച്ച്, ആക്രമണം അവസാനിപ്പിച്ച് നിരുപാധികം കീഴടങ്ങുന്ന ഒരു പിൻവലിയുന്ന ഒരു രീതി ഇസ്രയേലും അമേരിക്കയും സ്വീകരിക്കണം എന്നാണ് ഈ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും അമേരിക്ക ശ്രമിക്കുന്നത് പോലെയുള്ള ഇസ്ലാമാബാദിനെ ഉപയോഗിച്ചുകൊണ്ട് തുർക്കിയെയും ഈജിപ്തിനെയും ഇറക്കിക്കൊണ്ടുള്ള ഒരു സീസ് ഫയറിനും ഇറാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഇക്കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുമ്പാണ് ഹൈഫയിലേക്ക് ഇറാന്റെ വളരെ ശക്തവും കൃത്യവുമായ ആക്രമണം നടന്നത്. ഹൈഫയിൽ ഒരു പാർപ്പിട കെട്ടിടത്തിന് മുകളിൽ നേരിട്ട് പതിച്ച ഒരു മിസൈൽ ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നടിയുകയും അതിൻ്റെ ഉള്ളിൽ നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു. 18 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് നടുവിൽ 4 മൃതദേഹങ്ങൾ പുറത്തെടുത്തു എന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ പോലുള്ള ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു ബിൽഡിങ്ങിൽ, തകർന്ന ബിൽഡിങ്ങിൽ മണിക്കൂറുകളോളം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലും ഇറാന്റെ വിവിധ ആക്രമണങ്ങൾ ഹൈഫയെ ലക്ഷ്യം വെച്ച് വന്നു എന്നും അതിൽ ലാസ്റ്റ് വന്ന ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കു പറ്റിയെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേലി മാധ്യമങ്ങൾ അവിടെയുള്ള സൈനിക സെൻസർഷിപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വാർത്തകളാണ്. ഈ വാർത്തകളിൽ ഒരുപക്ഷെ പൂർണ്ണമായ അവരുടെ പരിക്കുകളെയോ പൂർണ്ണമായ മരണസംഖ്യയെയോ പലപ്പോഴും രേഖപ്പെടുത്താറില്ല എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. പക്ഷെ ഔദ്യോഗികമായി അവർ പറഞ്ഞ വാർത്തകൾ മാത്രമേ പറയാൻ തൽക്കാലം നമുക്ക് നിവൃത്തിയുള്ളൂ എന്നുള്ളത് കൊണ്ട് 4 മരണവും അതുപോലെ വിവിധ പരിക്കുകളും അവർ റിപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ വേണം നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ പറയാൻ. ഹൈഫയിലേക്ക് നടന്നത് വളരെ ശക്തമായ ആക്രമണമാണ്. IDF ഭാഗത്ത് നിന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് പ്രകാരം തന്നെ ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത്, ഈ ഹൈഫയിൽ നേരിട്ട് ഹിറ്റ് ചെയ്ത ഈ മിസൈലിനെ ആകാശത്ത് വെച്ച് തകർക്കുവാൻ ഇസ്രയേൽ ശ്രമിച്ചെന്നും, എന്നാൽ ആ മിസൈൽ തകർക്കുവാൻ പാട്രിയോട്ട് മിസൈൽ അതിനേക്കുള്ള പോകുമ്പോൾ ഗതി മാറിക്കൊണ്ട് വളരെ കൃത്യവും ശക്തവുമായ ഒരു രീതിയിൽ നിലം പതിക്കുകയായിരുന്നെന്നും പാത മാറി സഞ്ചരിച്ചതിനാലാണ് അതിനെ ആകാശത്ത് വെച്ച് തകർക്കാൻ കഴിയാത്തത് എന്ന് അവരുടെ അന്വേഷണത്തിൽ വ്യക്തമാകുകയും ചെയ്തു എന്ന് ഔദ്യോഗികമായി തന്നെ പറയുകയാണ്. നമുക്കറിയാം, കുറച്ചു മുമ്പ് ലോകമാധ്യമങ്ങളൊക്കെയും ചർച്ച ചെയ്ത ഈ വിഷയമാണ്. ഇത്തരത്തിൽ ഡാൻസിങ് മിസൈൽ എന്നറിയപ്പെടുന്ന സിജിൽ മിസൈൽ എന്നും മറ്റും ഒക്കെ പേര് പറയുന്ന ചില മിസൈൽ സംവിധാനങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടെന്നും അത്തരത്തിലുള്ള മിസൈലുകൾ ഇസ്രയേലിൽ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ സെൻട്രൽ ഇസ്രയേലിനെയും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ്. വിവിധ ക്ലസ്റ്റർ വാർഹെഡുകളുള്ള വിവിധ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഇസ്രയേലിൽ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി. ഈ ക്ലസ്റ്റർ ബോംബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രയേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ 30ഉം 40ഉം പലപ്പോഴും 80ഓളം സ്ഥലങ്ങളിൽ പോലും ഒരൊറ്റ മിസൈൽ വന്ന് ആക്രമണം നടത്തുകയും ചെറിയ ചെറിയ പരിക്കുകളും കേടുപാടുകളും വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഹൈഫയിൽ വീണ 100ൽ പരം കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ആ മിസൈലിന് അതിശക്തമായ പ്രത്യാഘാതമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും, എന്നാൽ ആ ഒരു മിസൈലിൽ തന്നെ ചില വാർഹെഡുകൾ പൂർണ്ണമായും പൊട്ടിത്തെറിച്ചിട്ടില്ലെന്നും അതിൽ ബാലൻസ് അവശേഷിക്കുന്നുണ്ട് എന്നുമുള്ള ഭയത്തിലാണ് ഇത്രയും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ആവശ്യമായി വന്നതെന്നും, ഒരുപക്ഷെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാർഹെഡുകൾ പൊട്ടിത്തെറിച്ച് കൂടുതൽ പരിക്കുകൾ വരുന്നത് ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തു എന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ IDF ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്തയെന്ന് പറയുന്നത്, ഈ ഒരു വാർഹെഡുകൾ പൂർണ്ണമായും പൊട്ടിത്തെറിച്ചിട്ടില്ലെന്നും അത് പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ പ്രദേശമാകെ ചാമ്പലായി പോകുമായിരുന്നുവെന്നും, ഇപ്പോൾ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ചുറ്റുപാടുമാണ് തകർന്നതെങ്കിൽ പ്രദേശത്തെ നിരവധി ബിൽഡിങ്ങുകൾ തകരുന്ന രീതിയിലേക്ക് അത് എത്തുമായിരുന്നു. അത് പൂർണ്ണമായും പൊട്ടിത്തെറിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കാതിരുന്നത് എന്നാണ് IDF ഭാഗത്ത് നിന്നുള്ള
ഒരു അറിയിപ്പെന്ന് പറയുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം അതിശക്തവും കൃത്യവുമായിരുന്നു. നിരവധി ആളുകൾ മരിക്കുകയും നിരവധി പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. ഇസ്രയേലിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആക്രമണങ്ങൾ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കടുപ്പം കൂടിയതാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ഇസ്രയേലും അമേരിക്കയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവകാശപ്പെടുന്നത് ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ ഞങ്ങൾ കുറച്ചു എന്നും ഇറാനിക്ക് നേവി ഇല്ലെന്നും ഇറാനിൽ വ്യോമപ്രതിരോധ സംവിധാനമില്ലെന്നുമൊക്കെയുള്ള വലിയ വലിയ അവകാശവാദങ്ങൾ പറയുമ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ഇറാൻ കൂടുതൽ ശക്തമാവുന്നതും ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കൃത്യത പാലിക്കുന്നതും ഈ അമേരിക്കൻ വിമാനങ്ങളെ ആക്രമിക്കുന്നതും ഇസ്രയേലിലേക്കുള്ള മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതും ഇസ്രയേലി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വീക്കാവുന്നതും അവയ്ക്ക് തടയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇസ്രയേൽ അമേരിക്കയും പറയുന്നതിന് നേരെ വിപരീതമായാണ് സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ കൂടുതൽ ശക്തമാവുകയും അമേരിക്കയും ഇസ്രയേലും ഏതെങ്കിലും രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ചെറിയ നഷ്ടങ്ങളൊന്നുമല്ല സംഭവിച്ചത്. നിരവധി യുദ്ധവിമാനങ്ങളും നിരവധി യുദ്ധക്കോപ്പുകളും നഷ്ടപ്പെട്ടു പോവുകയും നിരവധി സൈനികർക്ക് പരിക്ക് പറ്റുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് തുറക്കാത്ത അവസ്ഥ ലോകത്തെ വിവിധ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ തന്നെ വിള്ളലുണ്ടാക്കി എന്ന വാർത്ത വരുമ്പോൾ അമേരിക്കക്ക് ഏതെങ്കിലും രീതിയിൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഇറാൻ അതിന് ഒരുക്കമല്ല. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാർത്ത വരുന്നത്, ഈ ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്കൻ എനിമീസായ അമേരിക്കയെ അംഗീകരിക്കാത്ത അമേരിക്കൻ ശത്രു രാജ്യങ്ങൾക്ക് കടന്നുപോകാൻ ഇറാൻ അവസരമൊരുക്കുന്നുണ്ടെന്നും എന്നാൽ അമേരിക്കക്കും ഇസ്രയേലിനും അത്തരത്തിൽ കടന്നു പോകാൻ കഴിയില്ലെന്നും അമേരിക്കയുമായി ഈ യുദ്ധത്തിൽ യാതൊരു രീതിയിലുള്ള ബന്ധവും പുലർത്താത്ത ആളുകൾക്ക് കടന്നു പോകണമെങ്കിൽ തന്നെ ഇറാൻ ട്രോള് പിരിച്ചുകൊണ്ട് അവിടെ ഒരു പ്രത്യേക എമൗണ്ട് വാങ്ങിക്കൊണ്ട് അതുവഴി കടത്തിവിടുന്നു. ഇത്തരത്തിൽ എമൗണ്ട് വാങ്ങുന്നതിലൂടെ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരം യുദ്ധത്തിന് ചെലവായ തുക അവർ കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണാം. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.